പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ജോയൽ 2:28 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോയൽ പ്രവാചകൻ പറഞ്ഞു, അവസാന നാളുകളിൽ എല്ലാ ആളുകളുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കും എന്ന്. വിശുദ്ധ യോഹന്നാൻ 7:37 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. എവിടെയാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? അല്ലെങ്കിൽ എവിടെ വസിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ വിശുദ്ധിയും ഉള്ളവരിലാണ് പരിശുദ്ധാത്മാവ് വന്ന് വാസം ഉറപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി പരിശുദ്ധ അമ്മ സമർപ്പിച്ചു. നാം പരിശുദ്ധാത്മാവിനായി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നാം ശക്തി പ്രാപിക്കുകയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് നയിക്കുകയും ചെയ്യും. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മാവിനെ നാം ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. നാം നന്മകൾ ചെയ്യുവാൻ പ്രേരണ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അവ ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുകയാണ് വേണ്ടത്. എഫേസോസ് 4:30 തിരുവചനം പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എങ്ങനെയാണ് നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശങ്ങളും പ്രേരണകളും അവഗണിക്കുമ്പോൾ, അനുസരിക്കാതെ ജീവിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിന് എതിരായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13:35 യേശു ഒരു പുതിയ കൽപ്പന നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യേശു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു പീഡകൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് നമുക്കായി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്കായി നാം പ്രവർത്തിക്കണം. സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് രക്ഷാകര മൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ 14:15 യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.